പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ക ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ സൂറത്തുൽ ബഖറയിലെ 177 വചനത്തിൽ വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീന വബ്നസ് സബീൽ എന്ന ഭാഗമാണ് പഠിക്കുകയുണ്ടായത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഇബ്നുസ് സബീൽ ആര്, അതുകൊണ്ട് ഉദ്ദേശം എന്തുകൊണ്ട് ആ പ്രയോഗം വന്നു തുടങ്ങിയ വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇബ്നു സബീലിനുള്ള അവകാശങ്ങൾ, അർഹതകൾ, ഇസ്ലാം ആ വിഷയത്തിൽ എത്ര മഹനീയം എന്ന് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ നമ്മൾ ഇവിടെ മനസ്സിലാക്കുകയുണ്ടായി. ഈ തുടർച്ചയിൽ മറ്റൊരു വിഭാഗമാണ് വസ്സായിലീൻ എന്നുള്ളത്. എന്താണ് അസ്സായിലീൻ എന്നത് അർത്ഥമാക്കുന്നതും തേടുന്നതും? അതാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ തുടർന്ന് ആദ്യം പഠിക്കാനുള്ളത്. വസ്സായിലീൻ എന്നുള്ളത് അസ്സായിൽ എന്നതിൻ്റെ ബഹുവചനമാണ്. സായിൽ ചോദിക്കുന്നവനാണ്. സുആൽ ചോദ്യം, തലബുൽ ഹാജ ആവശ്യം, ആവശ്യപ്പെടൽ. അപ്പോൾ തൻ്റെ ആവശ്യം ആവശ്യപ്പെട്ട് ചോദിച്ചു വരുന്നവൻ, അതാണ് സായിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫഅമ്മസ്സായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്നവനെ നീ ആട്ടിപ്പായിക്കരുത് എന്ന്, ദൂരപ്പെടുത്തരുത് എന്ന്. ഇവിടെ വസ്സായിലീൻ ചോദിച്ചു വരുന്നവൻ അല്ലെങ്കിൽ ചോദിച്ചു വരുന്നവർ. യഥാർത്ഥ പുണ്യവും യഥാർത്ഥ പുണ്യാളനും ആര്? വആതൽ മാല അലാ ഹുബ്ബിഹി, സ്വത്തിനോട് ഇഷ്ടവും സ്വാർത്ഥതയും ഉണ്ടായിട്ടും ചോദിച്ചു വരുന്നവർക്കും അത് നൽകുന്നവൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ വാവുൽ അത്ഫ്. അസായിലീൻ എന്നുള്ളത് സായിൽ എന്നതിൻ്റെ ബഹുവചനം, ചോദിച്ച് വരുന്നവർ. ചോദിച്ചു വരുന്നവർ എല്ലാവരും ഒരുപോലെയല്ല. ദാരിദ്ര്യം കാരണത്താൽ, കാലക്കെടുതി കാരണത്താൽ, സമ്പാദിക്കുവാനുള്ള അശക്തത കാരണത്താൽ ചോദിക്കുവാൻ നിർബന്ധിക്കപ്പെടുന്നവരുണ്ടാകും. അനാവശ്യ യാചനയും ചോദ്യവും അത് വേറെയാണ്. അനിവാര്യതയിൽ ചോദ്യവും യാചനയും അത് മറ്റൊരു കാര്യമാണ്. ചിലപ്പോൾ ദാരിദ്ര്യാവസ്ഥയിൽ പതിതമായി അല്ലെങ്കിൽ ശാരീരിക അവശതയാൽ പതിതമായി, കാലക്കെടുതിയാൽ പൊറുതിമുട്ടി ആളുകൾ ഉള്ളവരോട് ചോദിക്കാൻ വിധിക്കപ്പെടും. അത്തരം ആളുകൾക്ക് അവരുടെ ആവശ്യത്തിൻ്റെ തോതനുസരിച്ച് ചോദിക്കൽ ദീൻ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചു വരുന്നവരെ മാനിക്കുവാനും പരിഗണിക്കുവാനും കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലർ പറഞ്ഞു, ചോദിക്കുന്നവർ ഒരിക്കലും സ്വന്തത്തെ അപമാനിതമാക്കാവതല്ല. അത് ചോദിക്കുന്നതിൻ്റെ ഒരു ഷർത്താണ്. മറ്റൊന്ന്, ചോദ്യം അലട്ടി ബുദ്ധിമുട്ടിക്കും വിധം ചോദിക്കുക, അത് പാടുള്ളതല്ല. പിന്നെ മൂന്നാമതൊരു കാര്യം, ചോദിക്കപ്പെടുന്നവൻ ഒരിക്കലും ദ്രോഹിക്കപ്പെട്ടുകൂടാ. ചോദിക്കപ്പെടുന്നവനെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ അത് പല നിലക്കുണ്ട്. ചിലപ്പോൾ ചോദിക്കുന്നവൻ്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പ്രേരിതമാകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരാൾക്കൂട്ടത്തിൽ വെച്ച് സദസ്സിൽ വെച്ചൊക്കെ ചോദിക്കുമ്പോൾ ആ സദസ്യരെ വിചാരിച്ച് കൊടുക്കാൻ വിധിക്കപ്പെടുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ വരും വിധമുള്ള ചോദ്യം പാടുള്ളതല്ല. അതില്ലാതെ മാന്യമായ നിലക്ക് ചോദിക്കുന്നവൻ്റെ മാന്യതയും ആരോട് ചോദിക്കുന്നവൻ അവൻ്റെ മാന്യതയും പരിഗണിക്കൽ പ്രധാനമാണ്. ചില പണ്ഡിതന്മാർ അത് ഈ 3 കാര്യങ്ങൾ ഒരു ഷർത്തായി പറഞ്ഞിട്ടാണ് ചോദിക്കൽ, യാചിക്കൽ ആകാം എന്ന് പറഞ്ഞത്. ഇവിടെ ചോദിച്ചു വരുന്നവർ അവർ അർഹരാണെങ്കിൽ അവരെ പരിഗണിക്കണം എന്നുള്ളതാണ് ഈ ഒരു വചനം അറിയിക്കുന്നത്. യഥാർത്ഥ ബിർറ്, പുണ്യം, അല്ലെങ്കിൽ യഥാർത്ഥ പുണ്യാളൻ ആരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ വസായിലീൻ അവർ
സ്വത്ത് കൊണ്ട് പരിഗണിക്കപ്പെടേണ്ടവരാണെന്ന് അറിയിക്കുമ്പോൾ ഇവിടെ ചോദ്യകർത്താക്കളുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങൾ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. ചോദിക്കുന്നവരെല്ലാം ഒരുപോലെയല്ല. ചോദിക്കുന്നവരിൽ അതിന് അനുവാദമുള്ളവരുണ്ട്, അനുവാദമില്ലാത്തവരും അപമാനിതരാകുന്നവരും ഉണ്ട്. അർഹരെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അത് നമ്മുടെ ദീനിൽ വകവെച്ച ഒരു വിഷയമാണ്. സാമൂഹിക ശ്രേണിയിൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വകുപ്പുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റുദ്ദു സായില വലൗ ബിദിൽഫിൻ മുഹ്റഖിൻ, ചുട്ട് എടുക്കപ്പെട്ട ഒരു കുളമ്പ് നൽകിയെങ്കിലും നിങ്ങളൊരു ചോദ്യകർത്താവിനെ, യാചകനെ തിരിച്ചയക്കണം, മടക്കണം എന്നാണ് പറഞ്ഞത്. ഒരിക്കൽ ഉമ്മു ബുജൈദ് റളിയല്ലാഹു തആല അൻഹ തിരുസവിധത്തിൽ വന്നു. എന്നിട്ട് അവർ പറയാണ്, ഇന്നൽ മിസ്കീന ലയഖൂമു അലാ ബാബി ഫമാ അജിദു ലഹു ഷൈഅൻ ഉഅ്തിഹിയ. ഈ അഗതികൾ എൻ്റെ വീട്ടുവാതിൽക്കൽ വന്ന് ചോദിക്കും, അവർക്ക് എന്തെങ്കിലും നൽകാൻ വീട്ടിൽ ഞാൻ കണ്ടെത്തൂല. ഹത്ത അസ്തഹി എന്നാണ്, ശൂന്യമായ കയ്യാൽ അയാളെ തിരിച്ചയക്കുന്നതിൽ ഞാൻ ലജ്ജിച്ചു പോകും. അപ്പോൾ എന്താ ചെയ്യുക എന്നാണ് മഹദി ഉമ്മു ബുജൈദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇല്ലം തജിദി ഷൈഅൻ തുഅ്തീനഹു ഇയ്യാ ഇല്ലാ ദിൽഫൻ മുഹ്റഖൻ ഫദ്ഫഇ ഇലൈഹി. വീട്ടിലൊന്നും കൊടുക്കാനില്ല എങ്കിൽ ഒരു ചുട്ടെടുക്കപ്പെട്ട കുളമ്പ് അതാണുള്ളത് എങ്കിൽ അത് കൊടുത്തെങ്കിലും അത്തരക്കാരെ തിരിച്ചയക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇത് പല പ്രയോഗങ്ങളിൽ കാണാം. അംർ ഇബ്നു മുആദ് അൽ അൻസാരി അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയാണ്. ഒരു യാചകൻ വന്ന് വഖഫ സായിലുൻ അലാ ബാബിന, ഒരു യാചകൻ വന്ന് ഞങ്ങളുടെ വീട്ട് വാതിൽക്കൽ നിന്നു, വല്ലതും തരണേ എന്ന അർത്ഥത്തിൽ. അപ്പോൾ അംർ ഇബ്നു മുആദ് പറയാണ്, എൻ്റെ വല്യമ്മ ഹവ്വ ബിൻത് സക്കൻ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, അത്ഇമൂഹു തമ്രൻ, ഒരു കാരക്ക അയാൾക്ക് കൊടുക്കാൻ പറയാണ്, തിന്നാൻ കൊടുക്കാൻ. അപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു, ലൈസ ഇന്ധന, ഇവിടെ ഒരു കാരക്ക പോലും ഇല്ല. അപ്പോൾ ഹവ്വ ബിൻത് സക്കൻ പറഞ്ഞു, ഫസ്കൂഹു സവീഖൻ, എങ്കിൽ സവീഖ് കുടിക്കാൻ കൊടുക്കൂ, ഒരു തരം സൂപ്പ് അല്ലെങ്കിൽ ഒരു തരം പാനീയം, അത് കുടിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ വീട്ടിലുള്ളവർ, അൽ അജബുലക്കി നസ്തതിഉ അൻ നുതഇമഹു മാ ലൈസ ഇന്ധന, അത്ഭുതം തന്നെ, ഇവിടെ ഇല്ലാത്തൊരു സംഗതി എങ്ങനെ ഞങ്ങൾക്ക് അയാൾക്ക് കൊടുക്കാൻ പറ്റുമോ, തിന്നാൻ കൊടുക്കാൻ പറ്റുമോ, വീട്ടിലില്ലല്ലോ, ഒരു കാരക്ക പോലുമില്ല, പിന്നെ സവീഖ്. അപ്പോൾ അവിടെ ഹവ്വ ബിൻത് സക്കൻ അനുബന്ധം പറഞ്ഞ് അവരോട് പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തറുദ്ദു സായില, ഒരിക്കലും യാചകനെ നിങ്ങൾ വെറുതെ മടക്കരുത്, വലൗ ബിദിൽഫിൻ മുഹ്റഖിൻ, ചുട്ടെടുക്കപ്പെട്ട ഒരു കുളമ്പ് നൽകിയെങ്കിലും നിങ്ങൾ യാചകനെ പരിഗണിക്കണം, വെറുതെ മടക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവിടെ മഹദി അറിയിച്ചത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ സായിൽ അർഹനാണ് എങ്കിൽ ഇല്ലായ്മയും വല്ലായ്മയുമാണ് അവനെ അതിന് പ്രേരിതമാക്കുന്നത് എങ്കിൽ അവർ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് നമ്മളുടെ ദീൻ പഠിപ്പിക്കുന്നത്. ആവശ്യക്കാരനാണ് എങ്കിൽ വിഗണിക്കപ്പെട്ടുകൂടാ. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു ഹദീസാണല്ലോ, വിചാരണയുടെ വേദിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലരെ വിചാരണ ചെയ്യുമ്പോൾ, യബ്ന ആദം ഇസ്തത്അംതുക ഫലം തുത്ഇമിനി, ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചു, നീ എന്നെ തീറ്റിയില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അടിയാൻ വിചാരണയുടെ വേദിയിൽ അള്ളാഹിനോട് വകൈഫ തുഇമുക് വഅൻത റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീൻ അല്ലേ, ഞാൻ എങ്ങനെ നിന്നെ തീറ്റുമെന്ന് പറഞ്ഞപ്പോൾ പ്രതികരിക്കുമ്പോൾ അള്ളാഹു, അമാ അലിംത അന്നഹു ഇസ്തത്അമക അബ്ദി ഫുലാനുൻ ഫലം തുത്ഇമുഹു, എൻ്റെ ഇന്നദാസൻ നിന്നോട് ഭക്ഷണം ചോദിച്ചില്ലേ, യാചിച്ചില്ലേ, നീ അയാൾക്ക് തിന്നാൻ കൊടുത്തില്ല. അമാ അലിംത അന്നക ലൗ അത്അംതഹു ലവജദ്തഹു ദാലിക ഇൻദി, അന്ന് അയാൾക്ക് നീ തിന്നാൻ കൊടുത്തിരുന്നുവെങ്കിൽ നിൻ്റെ ആ ദാനം അത് ഇവിടെ എൻ്റെ അടുക്കൽ നിനക്കത് കാണാമായിരുന്നില്ലേ. ഇതേപോലെ യബ്ന ആദം ഇസ്തസ്ഖൈതുക ഫലം തസ്ഖിനി, നിന്നോട് ഞാൻ വെള്ളം ചോദിച്ചു, നീ എനിക്ക് വെള്ളം തന്നില്ല എന്ന് അല്ലാഹു വിചാരണയുടെ വേദിയിൽ ചിലരോട് പറയുമെന്നാണ്. അപ്പോൾ യാ റബ്ബ് കൈഫ അസ്ഖീക വഅൻത റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീൻ അല്ലേ, നിനക്ക് ഞാൻ എങ്ങനെ ദാഹജലം തരും. അപ്പോൾ ഇസ്തസ്ഖാക അബ്ദി ഫുലാനുൻ, നിന്നോട് എൻ്റെ ഇന്ന ദാസൻ പാനജലം ചോദിച്ചിട്ടുണ്ട്, ഫലം തസ്ഖിഹി, നീ അവന് വെള്ളം കുടിപ്പിച്ചിട്ടില്ല. അമ ഇന്നക ലൗ സഖൈതഹു വജദത ദാലിക ഇൻദി, അന്ന് അവനെ നീ കുടിപ്പിച്ചിരുന്നുവെങ്കിൽ
ഇന്നത് നിനക്ക് എൻ്റെ അടുക്കൽ ഈ വിചാരണയുടെ വേദിയിൽ പുണ്യമായി നന്മയായി കണ്ടെത്താമായിരുന്നു എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ഹദീസ്, ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസ്. അവിടെ നോക്കൂ നിങ്ങൾ, ഒരാൾ യാചകനായി ആവശ്യക്കാരനായി വന്ന് ഭക്ഷണം ചോദിച്ച വിഷയം, ജലം ചോദിച്ച വിഷയം, അതാണ്. ഒരാൾ ഭക്ഷണം ചോദിക്കുമ്പോൾ അയാളുടെ പശി അടങ്ങാനാണ്, ദാഹജലം ചോദിക്കുമ്പോൾ ദാഹം ശമിപ്പിക്കാനാണ്, അത് പരിഗണിക്കണം എന്നുള്ളതാണ്. അയാൾ ആവശ്യക്കാരനായതുകൊണ്ടാണ് ആ യാചന. അതുകൊണ്ട് അത്തരം ആവശ്യക്കാരെ, യാചകരെ, ചോദിക്കുന്നവരെ പരിഗണിക്കണം എന്നുള്ളത് ഈ പ്രയോഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞു ആവശ്യക്കാരനാണ് എങ്കിൽ. എന്നാൽ അനാവശ്യമായിട്ടുള്ള യാചനയാണ് എങ്കിൽ അത് ഗൗരവപ്പെട്ട വിഷയമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരു മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ മദീനയിൽ ഒരു അടിമ മരണപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ആ വിവരം പറഞ്ഞു, ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് പറയാണ്, ഞങ്ങളൊക്കെ സവിധത്തിലുണ്ട്. അപ്പോഴാണ് തൂഫിയ ഫുലാനുൻ, ഇന്ന വ്യക്തി മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടൻ ഉൻദുറു ഹൽ തറക ഷൈഅൻ, അയാൾ എന്തെങ്കിലും സ്വത്ത് ശേഷിപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു തറക ദീനാറൈൻ ഔ ദിർഹമൈൻ, 2 ദീനാർ അല്ലെങ്കിൽ 2 ദിർഹം അയാൾ വിട്ടേച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ റസൂൽ പറഞ്ഞത് കയ്യത്താനി എന്നാണ്, തീയിൽ ചുട്ടെടുക്കപ്പെട്ടത് എന്നാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ആ 2 ദീനാറിനെ കുറിച്ച് അല്ലെങ്കിൽ ദിർഹമിനെ കുറിച്ച് പറഞ്ഞത്. എന്താ ഈ വ്യക്തിൻ്റെ വിശേഷം? എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞത്? നിവേദനങ്ങളിൽ കാണാം, ദാക റജുലുൻ കാന യസ്അലു നാസ തകസ്സുറൻ, അയാൾ ജനങ്ങളോട് യാചിക്കുന്ന വ്യക്തിയായിരുന്നു. എന്തിനാ യാചിക്കുന്നത്? തകസ്സുറൻ, ഇല്ലായ്മക്ക് പരിഹാരമായിട്ടല്ല, പട്ടിണിയും പരിവട്ടവും കൊണ്ടല്ല, പിന്നെയോ സ്വത്ത് കൂട്ടാൻ, കുമിച്ചു കൂട്ടാൻ, വർദ്ധിപ്പിക്കാൻ, ആവശ്യത്തിനല്ല, പിന്നെയോ അനാവശ്യമായ യാചന, അതായിരുന്നു അയാളുടെ മേൽവിലാസം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മരിച്ച മനുഷ്യൻ്റെ വിഷയത്തിൽ ഇങ്ങനെ പ്രതികരിച്ചത് എന്ന് ഈ സംഭവത്തിൽ വായിക്കുകയാണ്. അപ്പോൾ യാചന, അനാവശ്യ യാചന, അതിൻ്റെ അപകടം എത്രമേൽ എന്നതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഇവിടെ വസ്സായിലീൻ, യാചിച്ചു വരുന്നവർ എന്ന് പറയുമ്പോൾ, ചോദിച്ചു വരുന്നവർ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയൊരു പ്രയോഗം, അത് ചേർത്താണ് ഇത് മനസ്സിലാക്കേണ്ടത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഇന്നൽ മസ്അലത്ത്, ചോദിക്കൽ, മസ്അലയിൽ നിന്നാണ്, സുആലിൽ നിന്നാണ് സായിലീൻ ഉൽപ്പന്നമാകുന്നത്. ചോദിക്കൽ ലാ തഹില്ലു ലി ഗനിയിൻ, അത് ഗനിയിന് അനുവദനീയമല്ല. ആര ഗനി? റിച്ച്, സമ്പന്നൻ. വലാ ദീ മിറത്തിൻ സവിയിൻ, പിന്നെ ഒരാൾ സമ്പന്നനല്ല, പക്ഷെ അയാൾ ദീ മിറത്തിൻ സവിയിൻ, എന്താ, ശക്തൻ, കരുത്തൻ, സമ്പാദിക്കുവാനുള്ള ശാരീരിക ശേഷിയും പോഷിപ്പുമുള്ളവൻ, അവർക്കും യാചന പാടുള്ളതല്ല. ഇതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ വസായിലീൻ എന്ന് പറഞ്ഞാൽ നിരുപാധികം ചോദിച്ചു വരുന്നവർ എന്നല്ല, പിന്നെയോ സമ്പന്നനാകാൻ പാടുള്ളതല്ല, ദീ മിറത്തിൻ സവിയിൻ, ശക്തിയുള്ള, സമ്പാദിക്കാൻ ശേഷിയുള്ള ആൾ ആകാനും പാടുള്ളതല്ല. ഇവർക്ക് യാചന പാടുള്ളതല്ല. പിന്നെ ആർക്കാണ് യാചന പാടുള്ളത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുബന്ധമായിട്ട് പറഞ്ഞു. അതാരാ? ഇല്ല ലിദി ഫഖ്റിൻ മുദ്ഖിഅ, ദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഫഖ്റിൻ മുദ്ഖിഅ, ദി ഫഖ്റിൻ മുദ്ഖിഅ എന്ന് പറഞ്ഞെങ്കിൽ പറ്റ ദരിദ്രമായ അവസ്ഥ. ഔ ലിദി ഗുർമിൻ മുഫ്ദിഅ, അതാണ് ആ പ്രയോഗം. നോക്കി നിങ്ങൾ, ഗുർമിൻ മുഫ്ദിഅ, മുഫ്ദിഅ എന്ന് പറഞ്ഞെങ്കിൽ ഭാരിച്ച കടമുള്ളവൻ, കടഭാരമുള്ളവൻ, അതാണ് ഉദ്ദേശം. പിന്നെ മൂന്നാമത്തെ ആൾ ഔലിദി ദമിൻ മൂജിയ, അതാണ് ദമിൻ മൂജിയ. ദമിൻ മൂജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ദായധനം, ബ്ലഡ് മണി
അയാൾക്കൊരു ഭാരമായി മാറി. ബ്ലഡ് മണി നൽകാൻ അയാൾക്ക് താങ്ങാനും നൽകാനും അടുത്ത ബന്ധുക്കളാരും ഇല്ലാത്ത വിധം വേദനാജന്യമായ അവസ്ഥയിൽ അയാൾ ഒരു വ്യക്തി ദായധനം നൽകാൻ, ബ്ലഡ് മണി നൽകാൻ ബാധ്യസ്ഥനാണ് എങ്കിൽ അയാളാണ് ദമിൻ മൂജ്. അതുകൊണ്ട് ഉദ്ദേശം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറയുന്നത് ഖനിയിന്, റിച്ചിന് യാചന പാടില്ല, സമ്പന്നന്. പിന്നെ ഈ ദീ മിറത്തിൻ സവിയിൻ, സമ്പാദിക്കാൻ ആരോഗ്യമുള്ള, ശാരീരിക ശേഷിയുള്ള, അവസരമുള്ള ആൾക്ക് യാചന പാടുള്ളതല്ല. യാചന അതാർക്കാണ് അനുവദനീയം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറയുന്നത്, ഒന്ന് ഇല്ലാ ലിദി ഫഖ്റിൻ മുദ്ഖി ഔ ലിദി ഗുർമിൻ മുഫ്ദി ഔ ലിദി ദമിൻ മൂജി, പറ്റ ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്നവൻ, അല്ലെങ്കിൽ ഭാരിച്ച കടമുള്ളവൻ, അല്ലെങ്കിൽ ദായധനം നൽകാൻ അടുത്ത ബന്ധുക്കളോ ആളുകളോ ഇല്ലാത്ത ബാധ്യസ്ഥൻ, അതാണ് ദമിൻ മൂജ്. ഈ മൂന്ന് കൂട്ടർക്കാണ് സുആൽ, മസ്അലത്ത്, യാചന എന്നാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുബന്ധം പറഞ്ഞിട്ടുണ്ട്, വമൻ സഅല അന്നാസ ലിയുസ്രിയ ബിഹി മാലഹു, തൻ്റെ സ്വത്തിനെ പോഷിപ്പിക്കാൻ വല്ലവരും യാചിച്ചാൽ. ചില നിവേദനങ്ങളിൽ മൻ സഅല അന്നാസ വലഹു മാ യുഗ്നീഹി, ഒരാൾക്ക് തനിക്ക് ധന്യമായത് മതിയായതുണ്ട് എന്നിട്ടും ജനങ്ങളോട് യാചിച്ചാൽ, ജാഅ യൗമൽ ഖിയാമത്തി, അവൻ അന്ത്യനാളിൽ വരും, വമസ്അലതുഹു ഫി വജിഹിഹി ഖുമൂഷുൻ ഔ ഖുദൂഷുൻ ഔ ഖുദൂഹ് എന്നാണ്. അവൻ്റെ യാചന അവൻ്റെ മുഖത്ത് അവന് വൈകൃതം, മുറിവുകൾ തീർത്തുകൊണ്ട് അപമാനമായിട്ട് വരും എന്നുള്ളതാണ്. അവൻ യാചിച്ചത് അവൻ്റെ മുഖത്ത് വികൃതമായിട്ട് തെളിഞ്ഞുകൊണ്ടായിരിക്കും അവൻ അന്ത്യനാൾ വരിക എന്നാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, നഊദു ബില്ലാഹ്. മാത്രമല്ല അവൻ്റെ യാചന ചില നിവേദനങ്ങൾ കാണാൻ വറദുഫൻ യഅ്കുലുഹു മിൻ ജഹന്നം എന്നാണ്. നരകത്തീയിൽ നിന്ന് അവൻ തിന്നുന്ന റദുഫ്, റദുഫ് എന്ന് പറഞ്ഞാൽ ചുടുകട്ട, ചുടുകല്ലായിട്ട് അവൻ്റെ യാചന മാറും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ഫമൻ ശാഅ ഫൽയുഖില്ല വമൻ ശാഅ ഫൽയുക്സിർ. എന്നിട്ട് റസൂല പറയാണ്, അതുകൊണ്ട് തന്നെ യാചിച്ചിട്ട് ഈ അപമാനം, അതേപോലെ തന്നെ ഈ തീക്കട്ട, അതാരെങ്കിലും കുറക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ കുറക്കട്ടെ, വമൻ ശാഅ ഫൽയുക്സിർ, ഇനി അത് കൂട്ടാൻ ഉദ്ദേശിക്കുന്നവൻ അത് കൂട്ടട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വിഷയത്തിൽ പറഞ്ഞു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഈ ഒരു വിഷയം വിശദീകരിച്ചപ്പോൾ യാചന പാടില്ല, രണ്ടു കൂട്ടർക്ക് യാചന അല്ലെങ്കിൽ ചോദ്യം ആകാവുന്നത് മൂന്ന് വിഭാഗം ആളുകൾക്ക്. അനാവശ്യ യാചന, അതിൻ്റെ ഫലം തിക്തഫലമാണ്, അത് അന്ത്യനാളിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വമാ യുഗ്നീഹി, ഒരാൾ തനിക്ക് മതിയായതിനപ്പുറം ചോദിച്ചാൽ എന്നാണ്. അപ്പോൾ തനിക്ക് മതിയായത്, തനിക്ക് ധന്യമായത് എത്രയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നാണ്, 50 ദിർഹമൻ, 50 ദിർഹം, ഔ ഖീമത്തുഹാ മിന ദഹബ്, അല്ലെങ്കിൽ അതിൻ്റെ മൂല്യമൊത്ത സ്വർണം, 50 ദിർഹം, അതാണ് മാ യക്ഫീഹി എന്ന്, അല്ലെങ്കിൽ മാ യുഗ്നീഹി, ഒരാൾക്ക് ധന്യമായത് എന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പഠിപ്പിച്ചു എന്നാണ് ഹദീസിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അനാവശ്യ യാചനയുടെ അപകടം. യാചന ചോദിക്കൽ അത് ആർക്കാണ് അനുവദനീയം എന്നുള്ള വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിക്ഷണം ഈ വിഷയത്തിൽ വളരെ സുന്ദരമാണ്. അതുകൊണ്ടാണ് ഈ അബൂ സഈദ് അൽ ഖുദരി, നമ്മൾ മുമ്പ് ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാകും, അബൂ സഈദ് അൽ ഖുദരി, അതിൻ്റെ ഉമ്മ, അവരുടെ പേരാണ് എനിക്ക് തോന്നുന്നത് അൽ ഖുദറ. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തെ തിരുസവിധത്തിലേക്ക് അയക്കുന്നുണ്ട്. എന്തിന്? അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, സറഹത്നി ഉമ്മി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്അലുഹു തആമൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ല ഭക്ഷണവും ചോദിച്ചിട്ടാണ് ഉമ്മ അബൂ സഈദ് അൽ ഖുദരിയെ, അദ്ദേഹത്തിൻ്റെ പേര് മാലിക് ബിൻ സിനാൻ, പിന്നെ തിരുസവിധത്തിലേക്ക് അയക്കുന്നത്. അങ്ങനെ അബൂ സഈദ് റളിയല്ലാഹു ചെന്നു. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് ചെന്നിരുന്നു. ഒരു വിഭാഗം അൻസാരികൾ അപ്പോൾ തിരുസവിധത്തിലേക്ക് വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി ഫഅതാഹും, അൻസാരികൾ വന്നപ്പോൾ അവർക്ക് കൊടുത്തു, ചോദിച്ചപ്പോൾ കൊടുത്തു.
സുമ്മ സാലുഹു വീണ്ടും അവർ ചോദിച്ചു. അപ്പോൾ റസൂലുള്ള ഫാഴത്താഹും അവർ കൊടുത്തു. സുമ്മ സാലുഹു വീണ്ടും ചോദിച്ചു, ഫാഴത്താഹും. ഒരു വിഭാഗം അൻസാരികൾ വന്നിട്ട് 3 തവണ ചോദിച്ചു. ഓരോ തവണയും റസൂലുള്ള അവർക്ക് നൽകി. അങ്ങനെ തിരുസവിധത്തിലുള്ളതൊക്കെ തീർന്നു പോയി. ഇനിയൊന്നുമില്ല. ഒന്നുമില്ല എന്ന് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, മായ യകൂനു ഇൻദി മിൻ ഖൈരിൻ ഫലൻ അദ്ഖിറഹു അൻകും ഫമൻ സഅലനാ ഷൈഅൻ ഫവജദ്നാഹു ആതൈനാഹു ഇയ്യ. എൻ്റെ അടുത്ത് എന്തൊരു ഖൈറുണ്ടോ ഒരിക്കലും ഞാൻ നിങ്ങളെ തൊട്ടത് നിങ്ങൾക്ക് നൽകാതെ ഞാനത് എടുത്തു വെക്കൂല. ചോദിച്ചാൽ തരാനുണ്ട് എങ്കിൽ ഞാനത് നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അനുബന്ധം പറഞ്ഞു കൊടുത്തത്. അതെന്താണ്? വമൻ യസ്തഅഫിഫ് യുഇഫഹുല്ലാഹ്. ഒരാൾ തൻ്റെ പരിശുദ്ധി കാത്ത് സൂക്ഷിച്ചാൽ അള്ളാഹു അയാൾക്ക് ആ പരിശുദ്ധി കാത്ത് സൂക്ഷിക്കാനുള്ള അവസരം നൽകും. വമൻ യസ്തഗ്നി യുഗ്നിഹില്ല. ഒരാൾ സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞെങ്കിൽ ആരോടും ചോദിക്കാതെയുള്ള ഒരു ധന്യത തനിക്ക് കാത്ത് സൂക്ഷിച്ചാൽ അള്ളാഹു അയാൾക്ക് ആ ധന്യത കനിയും. വമൻ യതസബ്ബർ യുസബ്ബിഹുല്ല. ഒരാൾ ക്ഷമ സഹനം അവലംബിച്ചാൽ അള്ളാഹു അയാൾക്ക് ക്ഷമ കനിയും. വമ ഊതിയ അഹദുൻ അതാഅൻ ഖൈറൻ വ ഔസാ മിന സബ്ർ. ക്ഷമയോളം വിപുലവും ഉത്തമവുമായ ഒരു ഔദാര്യം ഒരാളും നൽകപ്പെട്ടിട്ടില്ല എന്നുണ്ട്. ഒരാൾ ക്ഷമിക്കുകയാണ് എങ്കിൽ അതാണ് അയാൾക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു വമൻ സഅല വലഹു ഖീമത്തു ഉഖിയത്തിൻ. ഒരാളുടെ അടുക്കൽ ഒരു ഊഖിയയുടെ തുക ഉണ്ട്. ഉഖിയ എന്ന് പറഞ്ഞാൽ 40 ദിർഹം ഒരാളുടെ അടുക്കലുണ്ട്. എന്നിട്ട് അയാൾ യാചിക്കുകയാണെങ്കിൽ വമൻ സഅല ചോദിക്കുകയാണ് എങ്കിൽ 40 ഒരു ഉഖിയ 40 ദിർഹം ഒരാൾക്ക് സമ്പാദ്യമായിട്ടുണ്ട്. എന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ് എങ്കിൽ അതാണ് നമ്മുടെ വിഷയം. ഫഖദ് അൽ ഹഫ്. ചില നിവേദനങ്ങളിൽ മുൽഹിഫ്, അവൻ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം, ഉദ്ദേശം. വലാ യസ്അലൂനന്നാസ ഇൽഹാഫ എന്ന് പറഞ്ഞില്ലേ, ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് ചോദിക്കൂല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇൽഹാഫ് എന്ന് പറഞ്ഞാൽ മുൽഹിഫ്, അത് ഉപദ്രവിക്കലാണ്. അപ്പോൾ നമ്മുടെ വിഷയം എന്താ? അബൂ സഈദ് അൽ ഖുദരി പറഞ്ഞ അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാൻ വന്നതാണ്. അദ്ദേഹമാണ് ഇത് കേൾക്കുന്നത്, ചോദിച്ചിട്ടില്ല. അപ്പോൾ അബൂ സഈദ് മാലിക് ബിൻ സിനാൻ അൽ അൻസാരി റളിയല്ലാഹു തആല പറയുകയാണ്, നാക്കൂത്തി അല്ലെ യാക്കൂത്തത്ത് ഖൈർ മിൻ ഊഖിയ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഒട്ടകം ഉണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് അലി യാക്കൂത്ത. നാക്കത്തി അലി യാക്കൂത്ത, എൻ്റെ അലിയാക്കൂത്ത ഒട്ടകം, ഖൈറും മിൻ ഊഖിയ, ഒരു ഊഖിയേക്കാൾ ഉത്തമമാണ്. 40 ദിർഹമാണ് ഒരു ഊഖിയ. പക്ഷേ യാക്കൂത്ത ഒട്ടകം അത് 40 ദിർഹമിനേക്കാളൊക്കെ എത്രയോ മുന്തിയതാണ്. അതുകൊണ്ട് തന്നെ ഫറജഅതു വലം അസ്അൽഹു ഷൈഅൻ എന്നാണ്. ഞാൻ അവിടുന്ന് മടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ഒന്നും ചോദിച്ചില്ല. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഞാനിത് ഉദ്ധരിച്ച് ഈ സംഭവത്തെ ഉദ്ധരിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു വരുന്നവർക്ക് നൽകാൻ പറഞ്ഞ്, അതാണ് വസായിലീൻ എന്നുള്ളതിൻ്റെ തേട്ടം. ഇവിടെ വലാകിന്നൽ ബിർറ മൻ ആമന എന്നുള്ള ഈ തുടർച്ചയിൽ യഥാർത്ഥ പുണ്യം ആരുടെ പുണ്യമാണ്? ആ ഗണത്തിലാണ് വ ആതൽ മാല അലാ ഹുബ്ബിഹി, സ്വത്തിനോട് ഇഷ്ടവും ഇണക്കവും ഉണ്ടായിട്ടും ആ സ്വത്ത് നൽകുന്നു. ആർക്ക് നൽകുന്നു? വസായിലീൻ, ചോദിച്ചു വരുന്നവർക്കും. ഈ ചോദിച്ചു വരുന്നവർക്കും എന്ന് പറയുമ്പോൾ ചോദിച്ചു വരുന്നവരെ പരിഗണിക്കണം എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നു. പക്ഷേ ഇത് ചോദിച്ചു വരുന്നവർ അവർക്കുള്ള എല്ലാവർക്കുമുള്ള ഒരു പ്രോത്സാഹനവും പ്രചോദനവുമല്ല. ചോദിച്ചു വരുന്നവരെല്ലാം ഒരേ ഗണത്തിലല്ല. ചോദിച്ചു വരുന്നവരിൽ ഫഖറിനാൽ ചോദിച്ചു വരുന്നവരുണ്ട്, കടഭാരത്താൽ ചോദിച്ചു വരുന്നവരുണ്ട്, ബാധ്യത ഭാരത്താൽ വരുന്നവരുണ്ട്. അവർ അനുവാദമുള്ളവരാണ്, പരിഗണിക്കപ്പെടേണ്ടവരുമാണ്. എന്നാൽ ചോദിച്ചു വരുന്നവരിൽ അന്യായക്കാരുണ്ട്, അനാവശ്യ യാചന നടത്തുന്നവരുണ്ട്. അവർ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടവരോ അവർ നൽകപ്പെടേണ്ടവരോ അല്ല. അവർ നാളെ പടച്ച റബ്ബിങ്കൽ അപമാനിതരാകുന്ന, നിന്ദ്യമായി പരലോക കോടതിയിൽ സാക്ഷികളാകുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അത് ഉൾക്കൊള്ളാനാണ് ചില ചരിത്രങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ ഈ ഒരു ഭാഗം ഇവിടെ വിശദീകരിച്ചത്. ഈ തുടർച്ചയിൽ ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് വഫിർ റിഖാബ് എന്നുള്ളതാണ്. വഫിർ റിഖാബ്, റിഖാബിൻ്റെ വിഷയത്തിലും എന്നാണ്, റിഖാബിൻ്റെ മാർഗത്തിലും. എന്താണ് ഈ പറഞ്ഞത്? വ ആതൽ മാല അല ഹുബ്ബിഹി, ഈ വ്യക്തി പുണ്യാളൻ സ്വത്തിനോട് ഇണക്കമുണ്ടായിട്ടും ഇഷ്ടമുണ്ടായിട്ടും അത് നൽകും.
ഫിർ റിഖാബ്, റിഖാബിൻ്റെ മാർഗത്തിൽ എന്നാണ്. റിഖാബ് ഇവിടെ ഉദ്ദേശം അടിമകളാണ്, അടിമ മോചനമാണ്. റിഖാബ് എന്നുള്ളത് റഖബത്തിൽ നിന്നാണ് അത് വ്യുൽപ്പന്നമാകുന്നത്. റഖബത്ത് ശരിക്ക് നമ്മളുടെ ഈ പിരടിക്കാണ് പറയുക, നമ്മുടെ കഴുത്തിൻ്റെ പിൻഭാഗത്തിന്. മുറാഖബ, റഖീബ്, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദങ്ങളാണ്. നിരീക്ഷിക്കുക എന്നതാണല്ലോ മുറാഖബ. ഒരാൾ നിരീക്ഷിക്കുമ്പോൾ തൻ്റെ കഴുത്ത് നീട്ടി നോക്കുന്നത് കാരണത്താലാണ് മുറാഖബ എന്ന് പറയപ്പെട്ടത്. അഅതഖല്ലാഹു റഖബതഹു എന്ന് പറയും. അള്ളാഹു അവൻ്റെ റഖബത്തിനെ നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കട്ടെ. റഖബത്ത് ഹദീസിൽ കാണാം, ജുമുഅയുമായി ബന്ധപ്പെട്ട ഹദീസിൽ യഹ്ദുറുൽ ജുമുഅത്ത സലാസത്ത്, 3 കൂട്ടർ ജുമുഅയിൽ സംബന്ധിക്കും. ഫറജുലുൻ ഹദറഹ യൽഹു, ചിലർ ജുമുഅയിൽ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കളിക്കും, ജുമുഅയെ പാഴാക്കും. വറജുലുൻ ഹദറഹ ബിദുആഇൻ വസലാത്തിൻ, ചിലർ ദുആ ചെയ്ത് നിസ്കരിച്ച് ജുമുഅയിൽ പങ്കെടുക്കും. വറജുലുൻ ഹദറഹ ബിസുക്കൂത്തിൻ വ ഇൻസാത്തിൻ, ചിലർ ജുമുഅയിൽ പങ്കെടുക്കും മൗനം ദീക്ഷിച്ച് സാഗൂതം ഖുതുബയൊക്കെ ശ്രവിച്ച്. അവിടെ കാണാം വലം യതഖത്ത റഖബത മുസ്ലിമിൻ, അവൻ ഒരു മുസ്ലിമിൻ്റെ പിരടിയെ ചാടിക്കടന്നിട്ടില്ല. വലം യുദി അഹദൻ, ആരെയും ദ്രോഹിച്ചിട്ടുമില്ല. ഫദാലിക ഹുവ ഹഖുഹ, അത് അവനുള്ള അവകാശമാണ് എന്ന് പറഞ്ഞെങ്കിൽ ജുമുഅ അവനുള്ള ഹക്കാണ്. ഫഹിയ കഫാറത്തുൻ ഇലൽ ജുമുഅത്തില്ലത്തി തലീഹ, അടുത്ത ജുമുഅക്ക് വരെയും, ഈ ജുമുഅ മുതൽ അടുത്ത ജുമുഅക്ക് വരെയും അവന് പാപങ്ങൾക്ക് പരിഹാരവും പ്രായശ്ചിത്തവുമാണ്. വസിയാദത്തു സലാസത്തി അയ്യാമിൻ, കൂടുതൽ 3 ദിവസവും. അപ്പോൾ പിന്നെ ഒരാഴ്ച മുതൽ മറ്റേ ജുമുഅ വരെ 7, പിന്നെ 3 ദിവസവും. എന്നിട്ട് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞു ഓതി എന്നാണ്. മൻ ജാഅ ബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹ, ഒരാൾ ഒരു ഹസനത്ത് കൊണ്ടുവന്നാൽ അവന് 10 മടങ്ങ് എന്നാണല്ലോ. അപ്പോൾ ഒരാഴ്ച മുതൽ അടുത്ത ആഴ്ച വരെ പ്രായശ്ചിത്തം, പിന്നെ 3 ദിവസവും. അതായിരിക്ക റജുലുൻ ഹദറഹ ബിസുക്കൂത്തിൻ വ ഇൻസാത്തിൻ വലം യതഖത്ത റഖബത മുസ്ലിമിൻ വലം യുദി അഹദൻ, വളരെ മൗനിയായി ഖുതുബയൊക്കെ ശ്രവിക്കുന്നവനായി ജുമുഅയിൽ സംബന്ധിക്കുകയും ഒരാളുടെയും പിരടി ചവിട്ടി കിടക്കാതെ, റഖബത്ത മുസ്ലിം വലം യുദി അഹദിൻ, ആരെയും ദ്രോഹിക്കാതെ ജുമുഅയിൽ പങ്കെടുക്കുന്നവർ, അവർക്കുള്ള ആനുകൂല്യവും അനുഗ്രഹമാണ് ഇവിടെ പറഞ്ഞത്. ഞാനിത് പറഞ്ഞത് അവിടെ ആ റഖബത്ത മുസ്ലിം എന്നുള്ള പ്രയോഗം മനസ്സിലാക്കാനാണ്. ജുമുഅയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ഹദീസിൽ ദഖല റജുലുൻ മസ്ജിദ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ഒരാൾ മസ്ജിദിൽ പ്രവേശിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബ, അപ്പോൾ റസൂലുള്ളാഹി ഖുതുബ പറയാണ്. ഫജഅല യതഖത്താ റിഖാബൻ നാസ്, കണ്ടാ റിഖാബ്, ആ ജുമുഅക്ക് വന്ന വ്യക്തി ജനങ്ങളുടെ റിഖാബിനെ യതഖത്ത എന്നാണ്. റിഖാബ് എന്ന് പറഞ്ഞാൽ പിരടികൾ, ജനങ്ങളുടെ ചുമലിൽ കാലിട്ട് പിരടി താണ്ടിയാണ് അയാൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു, ഇജ്ലിസ് ഫഖദ് ആദൈത വ ആനൈത, ഇരിക്കാൻ പറയാണ്. വൈകി വന്നു, ആളുകളെ ദ്രോഹിക്കുകയും ചെയ്തു എന്നുള്ള ഒരു വിമർശനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അയാൾക്ക് നേരെ ഉണ്ടായി എന്നാണ്. റിഖാബ് പിരടികൾക്കാണ് പറയുക. അതാണ് ഫൈദാ ലഖീതുമുൽ ലദീന കഫറു ഫദർബർ റിഖാബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ. അവിശ്വാസികളുമായിട്ടുള്ള യുദ്ധത്തിൽ നിങ്ങൾ ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ അവരുടെ ദർബർ റിഖാബ് എന്നാണ്, പിരടികളെ വെട്ടാൻ പറഞ്ഞില്ലേ, അവിടെ റിഖാബ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ റിഖാബ് എന്ന് പറയുന്നത് എന്തിനാണ്? റിഖാബ് എന്ന് പറയുന്നത് പിരടികൾക്കാണ്. പിന്നീട് അത് ഈ അടിമകളുടെ വിഷയത്തിൽ പ്രയോഗിക്കപ്പെട്ടു. അടിമകൾ ഉടമസ്ഥന്മാരുടെ ബന്ധനത്തിലാണ്, അവരുടെ കൈപ്പിടുത്തത്തിലാണ് എന്നതിനാൽ റിഖാബ് എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ചോദിക്കപ്പെടുന്നുണ്ട്, ഫഅയ്യു റിഖാബി അഫ്ദലു, റിഖാബിൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠം? അടിമകളെ മോചിപ്പിക്കുമ്പോൾ അതിലേറ്റവും ശ്രേഷ്ഠം ഏത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അഗ്ലാഹ സമനൻ വ അൻഫസുഹ ഇൻദ അഹ്ലിഹ, ഏറ്റവും വിലപിടിപ്പുള്ള അടിമയെ, ഏതൊരടിമയാണ് ഒരു കുടുംബത്തിൽ ഏറ്റവും അവർക്ക് അമൂല്യമായത്, വില കൂടിയത്, അത്തരം അടിമകളെ മോചിപ്പിക്കൽ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അടിമമോചനം അത് എത്ര വില നൽകേണ്ടി വന്നാലും അത് വില നൽകി മോചിപ്പിക്കുക എന്ന അർത്ഥത്തിൽ, അടിമമോചനത്തിനുള്ള
ആ ഒരു പ്രോത്സാഹനമാണ് അവിടെ ഉള്ളത്. ഏതായാലും ഇവിടെ വഫിർ റിഖാബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അടിമകളെ മോചിപ്പിക്കുന്ന മാർഗേണയും ഈ വ്യക്തി വആതൽ മാല അലാ ഹുബ്ബിഹി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇൻഷാ അല്ലാഹ് ചില വിഷയങ്ങൾ നമുക്ക് ഇതിൽ മനസ്സിലാക്കാനുണ്ട്. അതും പിന്നെ ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങളും അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.